നല്ല ജോലി, കൈ നിറയെ ശമ്പളം, ജീവിതം സൂപ്പർ. നമ്മളിൽ പലരുടെയും സ്വപ്നമാണിത്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ, പ്രത്യേകിച്ച് TCS പോലുള്ള ഒരു IT കമ്പനിയിൽ ജോലി കിട്ടിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. സർക്കാർ ജോലിയേക്കാൾ വലിയ ഗമയായിരുന്നു പലർക്കും അത്. പക്ഷെ ഇന്ന് കാലം മാറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവും ബിസിനസ് രീതികളിലെ മാറ്റങ്ങളും കാരണം ഏറ്റവും വലിയ കമ്പനികൾ പോലും ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു പേടി തോന്നും. എപ്പോഴാണ് നമ്മുടെ ജോലിക്ക് പണി കിട്ടുക എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത ഒരവസ്ഥ. പക്ഷെ പേടിക്കണ്ട, ജോലി എപ്പോൾ പോയാലും നമ്മുടെ ജീവിതം താളം തെറ്റാതിരിക്കാൻ, ആരുടെയും മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില വഴികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സാമ്പത്തിക സുരക്ഷാ വലയം സ്വയം ഒരുക്കുക എന്നതാണ്. അതിനെ നമുക്ക് അടിയന്തര ഫണ്ട് എന്ന് വിളിക്കാം. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട മാസ ചെലവുകളായ വീട്ടുവാടക, കറന്റ് ബിൽ, ഭക്ഷണ സാധനങ്ങൾ, ലോൺ തിരിച്ചടവ് എന്നിവയ്ക്കെല്ലാം വേണ്ട പണം. ചുരുങ്ങിയത് ഒരു 3 മുതൽ 6 മാസം വരെയുള്ള ചെലവുകൾക്ക് ആവശ്യമായ തുക നമ്മൾ മുൻകൂട്ടി ഒരു അക്കൗണ്ടിൽ കരുതി വെക്കണം. അങ്ങനെ ചെയ്താൽ പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ടാലും അടുത്ത കുറച്ച് മാസങ്ങളിലേക്ക് ചിലവുകളെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ സമയം കൊണ്ട് നമുക്ക് പുതിയൊരു ജോലി കണ്ടെത്താമല്ലോ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക എന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഒന്നിലധികം OTT സബ്സ്ക്രിപ്ഷനുകൾ, അടിക്കടിയുള്ള ഹോട്ടൽ ഭക്ഷണം, സിനിമ കാണൽ, ഇതെല്ലാം കുറച്ചു കാലത്തേക്ക് ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് നല്ലൊരു തുക മിച്ചം പിടിക്കാൻ സാധിക്കും. ചെറിയ ചെറിയ ത്യാഗങ്ങൾ നമ്മുടെ ഭാവിയെ എത്രത്തോളം സുരക്ഷിതമാക്കുമെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ സാമ്പത്തികമായി സംരക്ഷണം നൽകുന്ന ചില ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരമൊരു ജോബ് ലോസ് ഇൻഷുറൻസ് എടുക്കുന്നത് വഴി ജോലി നഷ്ടപ്പെട്ടാലും കുറച്ചു മാസത്തേക്ക് നമുക്ക് സാമ്പത്തിക സഹായം ലഭിക്കും. ഇത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയൊരു ആശ്വാസമായിരിക്കും. പ്രതിസന്ധികളെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ മതിയോ? പോരാ, നമ്മുടെ കഴിവുകളെ ഒരു വരുമാന മാർഗമാക്കി മാറ്റുന്നതിനെ കുറിച്ചും ചിന്തിക്കണം. നിങ്ങൾക്ക് എഴുതാനോ, കോഡിംഗ് ചെയ്യാനോ, ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ കഴിവുണ്ടോ? ഒരു പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഇടവേളയിൽ നിങ്ങളുടെ ഈ കഴിവുകൾ ഉപയോഗിച്ച് ഫ്രീലാൻസായി ചെറിയ ജോലികൾ ഏറ്റെടുക്കാം. ഇത് നിങ്ങൾക്ക് ഒരു അധിക വരുമാനം നൽകുന്നതിനോടൊപ്പം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കയ്യിൽ പെട്ടെന്ന് കുറച്ച് പണം വരാനുള്ള ഒരു എളുപ്പ വഴി കൂടിയുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന പഴയ ഫോൺ, ലാപ്ടോപ്പ്, ഫർണിച്ചർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാകില്ലേ? അവയൊക്കെ ഓൺലൈനായി വിൽക്കുന്നത് പരിഗണിക്കാം. ഇതിലൂടെ വീട് വൃത്തിയാകും, കയ്യിൽ കുറച്ച് കാശ് വരികയും ചെയ്യും. അപ്പൊ കൂട്ടുകാരെ, ഒന്ന് ഓർത്തു നോക്കൂ. കൃത്യമായ പ്ലാനിങ്ങും സാമ്പത്തിക അച്ചടക്കവും ഉണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നതിനെ നമുക്ക് ധൈര്യമായി നേരിടാം. മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചാലും നേരിടാൻ സാമ്പത്തികമായി തയ്യാറായിരിക്കുക. ജോലി പോയാലും ജീവിതം കൈവിട്ടു പോകില്ല എന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.